കുക്കർ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് നമ്മൾ വല്ലപ്പോഴെങ്കിലും കേൾക്കാറുള്ള കാര്യങ്ങളാണ്. ഹായ് ഫ്രണ്ട്സ്, ജാസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഒരൊറ്റ വീട്ടിൽ പോലും ആരും പ്രഷർ കുക്കർ ഉപയോഗിക്കാത്തവരായിട്ട് കാണത്തില്ല. ഈ സേഫ്റ്റി മെഷേഴ്സ് എന്താണെന്ന് ഒന്ന് നോക്കാം ആദ്യം. ഓക്കെ, 4 പാർട്ടാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത് കുക്കറിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്. മൂന്നാമത് ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. നാലാമത് എനിക്ക് പറ്റിയിരിക്കുന്ന വിഡ്ഢിത്തരങ്ങൾ, അല്ല പറ്റിയേക്കാമായിരുന്ന അപകടങ്ങൾ. അങ്ങനെ 4 പാട്ടാണുള്ളത്. വീഡിയോയെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇൻബിൽറ്റ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്താണെന്ന് നോക്കാം. അത് പറയുന്നതിന് മുമ്പ് ഈ കുക്കറിനെ പറ്റി, കുക്കറിൻ്റെ പാർട്സിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു, പെട്ടെന്ന് പറഞ്ഞു തീർത്തേക്കാം. ഇത് കുക്കറിൻ്റെ ബോഡി എന്ന് പറയും, കുക്കറിൻ്റെ ബോഡി. ഇത് കുക്കറിൻ്റെ ലിഡ് എന്ന് പറയുന്നു. കുക്കറിൻ്റെ വാഷറിന് നമ്മൾ ഗാസ്കറ്റ് എന്നാണ് പറയുന്നത്. ഇതതിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ പ്രഷർ കൺട്രോളർ എന്ന് പറയും. ഇത് നമുക്ക് ഇങ്ങനെ തുറന്നൊക്കെ എടുക്കാവുന്നതാണ്, തുറക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്ന സാധനങ്ങൾ. വലിയ കുക്കറിന് ഇൻബിൽറ്റ് ആയിട്ട് ഈ കുക്കറിന് ഇവിടെ ഒരു സേഫ്റ്റി മെഷറുണ്ട്. അതായത് ഇതിൻ്റെ ലിഡ് തുറന്നു പോകാതെ ഇരിക്കാനായിട്ട് ഒരു ക്ലിപ്പ് മാതിരി സാധനം. ഏകദേശം ഒരു 10 ദിവസത്തിന് മുമ്പ് എയർ ഫ്രയറിൻ്റെ മുൻകരുതലുകൾ എടുക്കേണ്ടത്, സേഫ്റ്റി മെഷേഴ്സ് ഇങ്ങനത്തെ പറ്റിയ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15K, അതായത് 15,000 പേരോളം ആ വീഡിയോ കണ്ടിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് ഇവർ കമൻറ്റ് ചെയ്തു. പിന്നെ എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഊർജ്ജമാണ് ഇപ്പം ഈ കുക്കറിനെ പറ്റി ചെയ്യാനായിട്ട് എനിക്ക് കിട്ടിയ പ്രചോദനം. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കുക്കറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുക, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ അത് വളരെ പ്രയോജനം ചെയ്യുമെന്ന്. പക്ഷേ യങ്സ്റ്റേഴ്സിന് വിരൽത്തുമ്പിൽ എല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ജീവിക്കുന്നത്. അവർ ഭയങ്കര സ്മാർട്ടാണ്. അതുപോലെ യൂട്യൂബിലൊക്കെയാണ് എല്ലാം അവൈലബിളാണ്. അന്നേരം ഞാനൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇതിൻ്റെ പ്രിക്കോഷൻസിനെ പറ്റിയ എൻ്റെ എക്സ്പീരിയൻസ് എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, നമുക്കൊന്ന് കണ്ടു നോക്കാം. കുക്കർ പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള 2 സേഫ്റ്റി മെഷേഴ്സ് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു സേഫ്റ്റി വാൽവ് ഉണ്ട്. ഈ സേഫ്റ്റി വാൽവ് ഇതിനകത്ത് പ്രഷർ നിറഞ്ഞിട്ട് ഈ വിൻഡ് പൈപ്പിൽ കൂടെ പ്രഷർ റിലീസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സേഫ്റ്റി വാൽവ് ഒന്നീ പുറത്തേക്ക് തെറിച്ചു പോകും, അല്ലെങ്കിൽ ഇത് ഉരുകി അകത്തേക്ക് വീഴും. ഇതിനകത്ത് ഒരു വാഷറുണ്ട്, രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അന്നേരം ഇതിനകത്ത് പ്രഷർ റിലീസാകും. അടുത്തതെന്ന് പറയുന്നത് ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോള് സാധാരണഗതിയിൽ ഈ ഗാസ്കറ്റും കൊണ്ട് മൂടിയിരിക്കുക, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനിയും എന്തേലും കാരണത്താൽ ഇവിടുത്തെ ഈ വാൽവ് പുറത്തേക്ക് പോയിട്ടില്ല. ഈ ഗാസ്കറ്റ് ഇവിടെ ഒരു കട്ടുണ്ട്, ഇവിടെ ഒരു കട്ടുണ്ട്. ഈ കട്ടിനകത്തോടെ ഈ ഗാസ്കറ്റിനെ പുറത്തേക്ക് തള്ളിയിട്ട് ഈ ഹോളിൽ കൂടെ ഇതിനകത്തെ പ്രഷർ റിലീസാകും. 2 രീതിയിൽ ഇതിനകത്തെ പ്രഷറ് പുറത്തേക്ക്, കുക്കർ പൊട്ടിത്തെറിക്കാതെ പുറത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കുക്കർ യൂസ് ചെയ്യുന്ന നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിൻഡ് പൈപ്പിനകത്ത് ഒന്നുമില്ലെന്നുള്ളത് കൺഫേം ചെയ്യണം. അതിന് 2 മെത്തേഡുണ്ട്. ഒന്ന് ഇങ്ങനെ വെളിച്ചത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി അതല്ല, നമുക്ക് കാണത്തില്ല, നമ്മൾ ഇരുട്ട് റൂമിലെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ വിൻഡ് ഹോളിൽ കൂടെ ഒന്ന് ഊതുക. ഊതിക്കഴിഞ്ഞിട്ട് എയർ അപ്പുറത്ത് പോകുന്നുണ്ട്, നല്ല സ്മൂത്തായിട്ട് എയർ പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും ഇരിപ്പില്ല. ഇനി എയർ സ്മൂത്തായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് അടഞ്ഞിരിക്കുകയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാകും, ഇവിടെ കുറേ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസ് എന്തെങ്കിലും പിന്നോ അല്ലെങ്കിൽ സൂചിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് പതുക്കെ കുത്തി അതിനകത്തെ സാധനങ്ങളെല്ലാം കളയണം. അടഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം എടുത്ത് കളയണം. അതിനുശേഷം ഒന്നും കൂടി ഇങ്ങനെ ഊതി നോക്കിയിട്ട് ഇതിനകത്തൊന്നുമില്ലെന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. പിന്നെ ഗാസ്കറ്റ് പ്രോപ്പറായിട്ട് ഇടണം. ഗാസ്കറ്റ് പിന്നെ പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് അടയത്തുമില്ല. കുക്കർ വാങ്ങുന്ന സമയത്ത് നല്ല കമ്പനിയുടെ നോക്കി ഈ ബോഡി നല്ല കട്ടിയുള്ളത് നോക്കി വാങ്ങണം, പൊട്ടിത്തെറിക്കാതിരിക്കാനായിട്ട്. ഇപ്പോൾ മാർക്കറ്റിലാണെങ്കിൽ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് 300 രൂപയ്ക്കൊക്കെ കുക്കറുകൾ അവൈലബിളാണ്. അതൊന്നും വാങ്ങിക്കില്ല. നല്ല കമ്പനിയുടെ നല്ല കുക്കർ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതിനകത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ചെറിയ കുക്കറിനകത്താണെങ്കിൽ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ ചെറിയ കുക്കർ യൂസ് ചെയ്യുക. നമ്മൾ കുക്കറിനകത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളം അങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ നിറയാതിരിക്കാൻ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് നമ്മളൊരു ഹാഫിലൊക്കെ നിൽക്കുന്ന മാതിരിയെ
വെള്ളമൊക്കെ ഒഴിക്കാവൂ. ഇനി അതല്ലാതെ എന്തെങ്കിലും ഇപ്പം നമ്മൾ അവിയൽ വെക്കുക, കടല വെക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അധികം. അതേസമയം വെള്ളമുള്ള സാധനങ്ങൾ നമ്മളിപ്പം വെള്ളം ഇതിനകത്ത് കൂടുതൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് ഹാഫിൽ കൂടുതൽ വെള്ളം നിൽക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. കുക്കർ നമ്മൾ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ തുറക്കുവാണെങ്കിൽ ഇതിനകത്തെ ഹോട്ട് എയർ നമ്മുടെ ഫേസിലേക്കായിരിക്കും തട്ടുന്നത്. അതേസമയം നമ്മൾ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ തുറക്കുവാണെങ്കിൽ നമുക്ക് ഫേസിന് ഇതിൻ്റെ ഒരു കവറുണ്ട്. അന്നേരം എന്താ വന്നാലും ആ ഹോട്ട് എയർ നമ്മുടെ ഫേസിലേക്ക് തട്ടത്തില്ല. പിന്നെ നമ്മൾ പരിപ്പൊക്കെ വെക്കുന്ന സമയത്ത് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതൊക്കെ വന്ന് ഈ വീണ്ടും പോയി പടയാൻ ചാൻസ് ഉണ്ട്. അത് കാരണം പരിപ്പൊക്കെ വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ട് സ്റ്റീമെങ്കിലും വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓഫ് ചെയ്തേക്കണം. ഇനിയും ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് A to Z, അതായത് കുക്കറിനകത്ത് ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ളത് കാണിക്കുന്നുണ്ട്. അന്നേരം സ്കിപ്പ് അടിക്കാതെ കാണണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളെ പറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് 8 ലിറ്ററുള്ള പ്രസ്റ്റീജിൻ്റെ ഒരു പ്രഷർ കുക്കറാണ്. അതിലാണ് ഞാൻ ചോറ് വെക്കുന്നത്. ഇത് കണ്ടോ, ഞാൻ ഹാഫിൽ താഴെ ഇതിനകത്ത് വെള്ളം എടുത്തിട്ടുള്ളൂ. ഈ ഗ്ലാസ്സിന് ഞാൻ അരി എടുക്കുന്നത്, ഇതിന് 1.5 ഗ്ലാസ് അരി. 1.5 ഗ്ലാസ് അരി. ഇത് 1.5 ഗ്ലാസ് അരിയെ വെള്ളമായിട്ടുണ്ട്. വെള്ളം അടച്ചു, വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിൽ. അതല്ലെങ്കിൽ സ്റ്റീം വന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ഇടാൻ പറ്റും. ഇതിപ്പം ഞാൻ വെയിറ്റ് ഇട്ടിട്ട് വെക്കുകയാണ്. വെയിറ്റ് ഇട്ടു. ഇനിയും ഫ്ലെയിമേ വെക്കാൻ പോവാണ്. ഒറ്റ വിസിലടിച്ചു കഴിഞ്ഞാൽ അപ്പം ഇത് ഓഫ് ചെയ്യും. വലിയ കുക്കറായതുകൊണ്ട് പ്രഷർ അകത്ത് നിറയാനായിട്ട് കുറച്ച് സമയം എടുക്കും. 5 മിനിറ്റ് കൂടുതൽ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം മാത്രം ഓഫ് ചെയ്താൽ മതി. ഒറ്റ പ്രഷർ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത്ര മതി. ടൈം ഇപ്പോൾ 11:25. 11:25 ആയിട്ടുണ്ട്. 12:25 ആകുമ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം ഊറ്റും. ടൈം ഇതാ 12:25 ആകുന്നു. പ്രസ്റ്റീജിൻ്റെ ഈ കുക്കർ ഇത് തുറക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് തുറക്കണം. നമ്മുടെ തിരിച്ച് ഫേസ് ചെയ്യാൻ പാടില്ല. ഇത് കണ്ടോ, വെള്ളം കിടക്കുന്ന എത്ര അധികം ഉണ്ടെന്ന്. ഇതിനകത്ത് ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും വേണ്ടി ചെയ്യുന്നില്ല. ഇത് കുക്കറിൽ നിന്ന് എടുത്തെടുത്ത വെള്ളമാണ്, കഞ്ഞിവെള്ളം. അത്രയും വെള്ളത്തിനകത്ത് കിടന്ന ചോറ് ഇത്. ഇങ്ങനെ കുക്കറിൽ ചോറുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾ ഈ കുക്കറിലല്ലാതെ പിന്നെ ചോറ് വെക്കത്തില്ല. കുക്കറിൽ ചോറ് വെച്ചാൽ ഒട്ടിപ്പിടിക്കുമെന്നോ കൊള്ളത്തില്ലെന്നോ ഒന്നും ഇനിയിപ്പോൾ ആരും പറയില്ല. എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആവശ്യപ്പെടാറുള്ളതാണ് കുക്കറിൽ ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുമെന്ന്. അതിപ്പോൾ സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഒപ്പം തന്നെ കുക്കറിൽ ചോറ് എങ്ങനെ വെക്കുന്നതെന്നുള്ളതും കൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഗൈസ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ചെറിയ കുക്കറിൽ നമ്മൾ വെക്കുക, ടപ്പ് ടപ്പെന്നും പറഞ്ഞിട്ട് പ്രഷർ ഇങ്ങി വരും. ഒരു 2-3 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ പ്രഷർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം വലിയ കുക്കറിൽ നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് ഒരു 8-9 മിനിറ്റെങ്കിലും എടുക്കും ആദ്യത്തെ പ്രഷർ വരാനായിട്ട്. ആദ്യത്തെ പ്രഷർ വരിക, ഓഫ് ചെയ്യുക, പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ചെറിയ കുക്കറി വെക്കുവാണെങ്കിൽ നമ്മൾ പ്രഷർ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പ്രഷർ വന്നു കഴിയും. പിന്നെ നമ്മൾ 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇതിനകത്ത് പ്രഷർ ഫുള്ള് റിലീസായി കഴിഞ്ഞിട്ടില്ല നമ്മൾ എടുക്കത്തുള്ളൂ. അന്നേരം ശരിക്കും വെന്തിട്ടുണ്ടാവത്തില്ല. അതേസമയം വലിയ കുക്കറിലാണെങ്കിൽ നമ്മൾ തുറന്ന് നോക്കുമ്പം തന്നെ ചോറ് നല്ല വെന്തിട്ടുണ്ടാവും. ഒരു ദിവസം ഞാൻ പരിപ്പ് വെച്ചിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് ഇതിനകത്തൊന്ന് സൗണ്ടൊന്നും വന്നില്ല. സൗണ്ടൊന്നും വരാഞ്ഞപ്പോൾ എനിക്ക് പേടിയായി, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ എന്തായാലും സ്റ്റൗ എനിക്ക് ഓഫ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകാൻ പേടിയാണ്. ഞാൻ ഗ്യാസിൽ തന്നെ ഇത് വെച്ചിട്ട് ഞാൻ മാറി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ ഈ സേഫ്റ്റി വാൽവ് ഉണ്ടല്ലോ, സേഫ്റ്റി വാൽവ് റിലീസായി പുറത്തേക്ക് തെറിച്ചിട്ട് വീടിൻ്റെ സൈഡിൽ ഫുള്ള് പരിപ്പ് തെറിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വേറൊരു പ്രാവശ്യം ഞാൻ ഈ കുക്കറിനകത്ത് ഞാൻ കേക്ക് വെച്ചു. അത് ഞാൻ ഒരു മാഗസിനകത്ത് കണ്ടത്, കേക്ക് കുക്കറി വെക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് ആർക്കും ആ കാലഘട്ടത്തിൽ ഓവനൊക്കെ ഉള്ള ഭയങ്കര അപൂർവമായിട്ട് ആൾക്കാർക്ക് കിട്ടും. അന്നേരം കുക്കറിനകത്ത് അപ്പോഴേ കേക്ക് വെക്കാമെന്ന് കണ്ടുകൊണ്ട് ഞാൻ കൂട്ടെല്ലാം ഉണ്ടാക്കി കുക്കറിനകത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 45 മിനിറ്റ് വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ 45 മിനിറ്റ് വെക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് 45 മിനിറ്റ് വെക്കാനായിട്ട് തയ്യാറായിട്ട് എല്ലാം വെച്ചു. പക്ഷേ ഒരു 10-30 മിനിറ്റ് ആയപ്പോഴത്തേനും
കുക്കറാകുമ്പോൾ ഭയങ്കരമായിട്ട് ബേണായിട്ട് പുറത്ത് കളർ ചേഞ്ച് വന്നു. ഈ പുറത്ത് ഈ അടി സൈഡിലെല്ലാം കളർ ചേഞ്ച് വന്നു. അത് കഴിഞ്ഞ് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേന് ഈ സേഫ്റ്റി വാൽവ് ഉണ്ടല്ലോ, ഈ സേഫ്റ്റി വാൽവ് ഉരുകി ആ കുക്കറിനകത്തേക്ക് വീണു, കേക്കിനകത്തേക്ക് വീണു. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും ഗ്യാസ് പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് എടുത്തപ്പോൾ കേക്ക് ഫുള്ള് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിനകം ഫുള്ള് ബ്രൗൺ കളറായിപ്പോയി. പിന്നെ ഇതിൻ്റെ ഈ താഴത്തെ ഈ പാട്ടുണ്ടല്ലോ, ഈ പോർഷൻ പുറത്തേക്ക് തള്ളി ബൾജ് ചെയ്തു പുറത്തേക്ക്. അങ്ങനെ ആ കുക്കറിനകത്ത് പിന്നെ ഞാൻ കുക്ക് ചെയ്തിട്ടേ ഇല്ല ഒരു സാധനം. ആദ്യം അവസാനം വെച്ചത് ആ കേക്കായിരുന്നു. ആക്ച്വലി കേക്ക് വെക്കാം, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ കുക്കറൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട ഒറ്റയൊരു കാര്യമുള്ളൂ, ഇതിനകത്ത് ഈ വെയിറ്റ് ഇടാതെ വെച്ചിട്ട് 45 മിനിറ്റ് സിമ്മിലാണ് വെക്കേണ്ടത്. സിമ്മിൽ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ പല പ്രാവശ്യം കുക്കറിനകത്ത് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കുക്കറിൽ ഉണ്ടാക്കുന്ന കേക്കാണ് ഏറ്റവും ഇഷ്ടം. ഓവനിലൊക്കെ വെച്ചുണ്ടാക്കി വളരെ 4 മിനിറ്റ് കൊണ്ടൊക്കെ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാം ആയി വരും. പക്ഷേ അതിനെക്കാട്ടൊക്കെ ടേസ്റ്റാണ് കുക്കറിനകത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ പല പ്രാവശ്യം അപകടങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ ചെറിയ കുക്കർ യൂസ് ചെയ്യുന്നത് നല്ലത്. ചോറ് വെക്കുന്ന വീഡിയോ കണ്ടില്ലയോ? ചോറ് ഒരെണ്ണത്തെ പോലും ഒട്ടാതെ നല്ലതായിട്ടിരിക്കുന്ന കണ്ടോ. അത്ര വേവുള്ള അരിയാണെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ തന്നെ സാധാരണ രീതിയിലുള്ള മട്ട, ബേസൺ, കിച്ചൺ കിങ് ഇങ്ങനത്തെ അരികളൊക്കെ നല്ലതായിട്ട് വെന്ത് വരും. ഇനി എന്തേലും കാരണത്താൽ അതിനെക്കാട്ടും കുറച്ചും കൂടെ വേവ് കൂടുതലുള്ള അരിയാണ് വെക്കുന്നുണ്ടെങ്കിൽ ഈ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പ്രഷറെല്ലാം പോയി കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് ഈ 1 മണിക്കൂർ എന്നുള്ള ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. പിന്നെ തെർമോ കുക്കറിനകത്തൊക്കെ വെക്കുന്നതിനെക്കാട്ടും ഒക്കെ ടേസ്റ്റാണിത്. കാരണം നമ്മൾ വെച്ച ആ സ്പോട്ടിൽ തന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ചോറ് എടുത്ത് കഴിയും. മറ്റേ തെർമോ കുക്കറിലൊക്കെ വെക്കുന്ന ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇറക്കി വെച്ചിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നമ്മളെ ചോറ് എടുക്കുന്നത്. അങ്ങനത്തെ ഒരു ഇതേ വരത്തില്ല ഈ പ്രഷർ കുക്കറിൽ നമ്മൾ ചോറ് വെച്ചിട്ട് ഇങ്ങനെ വാർത്തെടുക്കുന്നത്. അന്നേരം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.